ആ ആലോചനയിൽ കഴിയേണ്ട മനുഷ്യൻ, പക്ഷേ അത് ആലോചിക്കാനുള്ള സമയം നമുക്കില്ല. അത് എപ്പോഴെങ്കിലും പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു വേളയിൽ നമ്മളുടെ മനസ്സിന്റെ അകത്താലോചന വന്നാൽ പോലും പ്രസംഗത്തിന്റെ ഇടയിൽ പ്രസംഗിക്കുന്ന ആളുകൾ അത് നമുക്ക് എറിഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ പോലും പ്രസംഗം കഴിഞ്ഞാൽ പ്രസംഗത്തിന്റെ സദസ്സ് വിട്ടാൽ നമ്മുടെ മനസ്സിൽ നിന്നും അത് നീങ്ങിപ്പോവുകയാണ്. നമ്മളുടെ മനസ്സിൽ നിന്നത് പാടെ ഒഴിവാക്കുകയാണ്. ആ ചിന്തയിൽ നമുക്ക് കഴിഞ്ഞുകൂടാൻ കഴിയുന്നില്ല. എപ്പോഴും അല്ലാഹുവിന്റെ കോടതിയെ ചിന്തിക്കുന്ന, അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ച് ചിന്തിക്കുന്ന, പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ നിൽക്കണമെന്നാലോചിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ആ മഹത്തായ ശരിയായ ഒരവസ്ഥ നമുക്കുണ്ടാകണം. അത് നമുക്കുണ്ടാകുന്നില്ല. ആ ശരിയായ ഒരവസ്ഥയുള്ള ആളുകൾക്ക് തിന്മ പ്രവർത്തിക്കുവാനോ ഒരു നിമിഷം പോലും അല്ലാഹുവിനെ വിസ്മരിച്ച് അല്ലാഹുവിന്റെ വിചാരണയെ വിസ്മരിച്ച് ജീവിക്കാനോ സാധ്യമല്ല. എല്ലാ സമയത്തും റബ്ബിന്റെ കോടതിയെ ചിന്തിക്കുന്ന ഒരാൾക്ക് റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും നമ്മെ ചിന്തിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കണമെന്നാലോചിക്കുന്ന ഒരാൾ എല്ലാ സമയത്തും മനസ്സിന്റെ അകത്താ ചിന്തയുണ്ടെന്ന് മാത്രമല്ല, കേവലം എന്നെപ്പോലെ പ്രസംഗിക്കുമ്പോഴുള്ള ചിന്തയല്ല, മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്ന ആ ഒരവസ്ഥയല്ല, മനസ്സിന്റെ അകത്ത് ശരിയായ വിധത്തിൽ ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഞാൻ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടവനാണ് എന്ന ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്തുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിന്റെ കോടതിയിൽ നിൽക്കുന്നതിനെ ഭയപ്പെട്ട ഒരാൾ, ഏതൊരു മനുഷ്യനാണോ റബ്ബിന്റെ കോടതിയിൽ ഞാൻ നിൽക്കേണ്ടവനാണ്, ഞാൻ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടവനാണ് എന്ന ചിന്തയുള്ളവൻ, അവൻ അല്ലാഹു 2 സ്വർഗം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. മറ്റൊരായത്തിൽ പറയുന്നത്, റബ്ബിന്റെ കോടതിയിൽ നിൽക്കാനുള്ളവനാണ് ഞാൻ, എന്നെ റബ്ബ് വിചാരണ ചെയ്യുമെന്ന ചിന്തയുള്ള ഒരു മനുഷ്യൻ അവന്റെ നഫ്സ് അവനോട് കൽപ്പിക്കുന്ന സകല തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്താൽ അവനുള്ള സ്വർഗം ജന്നത്തുൽ മഅ്വാ എന്ന് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു. അല്ലാഹുവിനെ ഭയപ്പെടുന്ന, അല്ലാഹുവിന്റെ മുന്നിൽ ഭയപ്പെടുന്ന ഒരാൾക്ക് 2 സ്വർഗമുണ്ടെന്ന് അല്ലാഹു പറയുമ്പോൾ, ഈ ആയത്തോതിയുള്ള വയലുകൾ, പ്രസംഗങ്ങൾ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഞാനും നിങ്ങളും കേട്ടു. പക്ഷേ നമ്മളുടെ മനസ്സിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത വരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ ഓർത്തുപോവുകയാണ്. ഈ ആയത്തോതുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. വണ്ടൂരിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിയുടെ സമീപത്ത് ഒരു അസറിന് ശേഷം, റമദാനിന്റെ ഒരു അസറിന് ശേഷം ഒരു മനുഷ്യൻ മദ്യപിച്ച് മദ്യലഹരിയിൽ ബോധരഹിതനായി വീണ് കിടക്കുന്നു. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടെങ്കിൽ ആ പൂക്കൾ ഇങ്ങനെ കണ്ടിരുന്നെങ്കിൽ മനസ്സിന് വല്ലാത്ത സമാധാനം. മദ്യത്തിന്റെ ലഹരിയിൽ ഒരു മധ്യവയസ്കനായ ഒരാൾ റോഡിന്റെ സമീപം വീണ് കിടക്കുന്നു. അദ്ദേഹത്തിന് ജീവനുണ്ടോ മരിച്ചോ എന്നറിയാതെ ആ ഒരു മനുഷ്യൻ അവിടെ റോഡിന്റെ വക്കിൽ വീണ് കണ്ടപ്പോൾ ജനങ്ങൾ തടിച്ചുകൂടി. പലരും അവിടെ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ ഞാനും പോയി.
അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വെള്ളം തെളിയിച്ചു, വെള്ളം കൊടുത്തു. അദ്ദേഹത്തിന്റെ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റിരുന്ന് മദ്യപിച്ചത് കൊണ്ടാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുന്ദരമായി സംസാരിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ ബോധം തെളിഞ്ഞെഴുന്നേറ്റ് നോക്കിയപ്പോൾ തലപ്പാവണഞ്ഞ എന്നെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാരെ കണ്ടപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയുകയാണ്, എനിക്ക് ഖുർആൻ അറിയാം, എനിക്ക് ആയത്തറിയാം, എനിക്ക് ഹദീസ് അറിയാം, ഞാൻ ഇൽമു പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. മദ്യലഹരിൽ മദ്യപിച്ചുകൊണ്ട്, മദ്യസാബിൽ നിന്ന് മദ്യപിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ തലക്കിലക്കില്ലാത്തത് കൊണ്ട്, ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ റോഡ് വക്കിൽ വീണ മനുഷ്യൻ ബോധത്തിൽ നിന്ന് ബോധം തെളിഞ്ഞ് ഉണർന്നു വന്നപ്പോൾ പണ്ഡിതന്മാരെ മുസ്ലിയാക്കന്മാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടി വന്ന ആയത്താണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഞാനിത് പറയുന്നത്, ഈ ആയത്ത് ഞാൻ എപ്പോൾ ഓതുമ്പോഴും ആ ഒരു സംഭവം എന്റെ മനസ്സിലോടി വരും. അതുകൊണ്ട് ഓർത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. മദ്യപിച്ച ആളുകൾക്കും അല്ലാഹുവിന്റെ ഖുർആൻ അറിയാം, ഈ ആയത്തറിയാം. ഈ ആയത്ത് അദ്ദേഹം ഓതിയെന്ന് മാത്രമല്ല, അതിന്റെ അർത്ഥവും അദ്ദേഹം പറഞ്ഞു. അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് 2 സ്വർഗമുണ്ടെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രസംഗിക്കാൻ എളുപ്പമാണ്. പ്രസംഗിച്ചിട്ട് ജനങ്ങളെ അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും എളുപ്പമാണ്. ആർക്കും ആയത്തോതി പ്രസംഗിക്കാം, ആർക്കും ഈ ആയത്തുകളോതി സംസാരിക്കാം. മദ്യപിച്ച് റോഡ് വക്കിൽ വീണവന് വരെ ആയത്തോതി സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രസംഗങ്ങളും ഉപദേശങ്ങളുമല്ല വിഷയം, തത്വങ്ങൾ പറയുക എന്നതല്ല വിഷയം. താത്വികമായിട്ടുള്ള തത്വങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതല്ല വിഷയം. ആ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് വളരെ പ്രയാസകരം. ആത്മീയമായി ജനങ്ങളെ ചിന്തിപ്പിക്കുക എന്നതല്ല വിഷയം. കള്ളുകുടിച്ച മനുഷ്യനും ഈ ആയത്തോട് നമ്മെ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിന്തയും പാഠവും അതിൽ നിന്നും നമുക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ചിന്തയും ചിന്തിപ്പിക്കലും മദ്യപാനിൽ നിന്ന് വരെ നമുക്ക് ലഭിക്കുമെങ്കിൽ അതനുസരിച്ചുള്ള ജീവിതമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാട്. അതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് അള്ളാഹുവിന്റെ കോടതിയിലെത്തുന്നതിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുന്നതിനെ കുറിച്ച് സുദീർഘമായ വർഷം റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ബോധം നമ്മളുടെ മനസ്സിന്റെ അകത്തുണ്ടാകണം. ആ ബോധമുണ്ടായി ശരിയായ ഖുശൂഅ് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് ഈ റമളാൻ മാസത്തിന്റെ ഹുറുമത്ത് കൊണ്ട് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് കിടിലമില്ലെങ്കിൽ, അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നില്ലെങ്കിൽ, നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വലിക്കുന്നില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ആയത്തോതുമ്പോൾ നമ്മുടെ മനസ്സിന് യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ, ഈമാനിന്റെ പ്രഭയില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈമാനുണ്ടോ? നമുക്ക് ഈമാനുണ്ടോ? ഇത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രസംഗിക്കാൻ കഴിവുള്ളത് കൊണ്ട് കാര്യമില്ല, ജനങ്ങളെ ചിന്തിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ട് കാര്യമില്ല.
നാം ഇതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന ചിന്തയാണ് നാം എപ്പോഴും ചിന്തിക്കേണ്ടത്. നമുക്കിതനുസരിച്ച് ജീവിക്കാൻ കഴിയുമോ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ, ഹദീസുകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോ, കിതാബുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഖുർആനിലെ താക്കീതുകള്, ഹദീസിലെ താക്കീതുകള് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന കിതാബുകളില് ആത്മീയമായി ഉയരാൻ വേണ്ടി നമുക്ക് നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കാണുമ്പോൾ, കേൾക്കുമ്പോൾ അതെല്ലാം കടലാസിൽ നമ്മളുടെ ഡയറിയിൽ കുറിച്ചു വെക്കുന്ന നമ്മള് അത് മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ വേണ്ടിയുള്ള ഉപദേശമായി നമ്മൾ വലിയ നിധിയായി കണ്ടെത്തുമ്പോൾ ആ ഉപദേശം എന്നോട് നടത്തിയ ഉപദേശമാണ്, എനിക്ക് സ്വന്തത്തിനുള്ള ഉപദേശമാണെന്ന് നാം ചിന്തിക്കുന്നില്ല. സ്വാത്വികമായ നല്ല ചിന്തകൾ നമ്മളുടെ ഉറങ്ങിക്കിടക്കുന്ന ബുദ്ധിയെ ഉണർത്തുന്ന നല്ലൊരു പദ്യം കിതാബുകളിൽ നമ്മൾ കണ്ടാൽ വളരെ പെട്ടെന്ന് എഴുതി വെക്കും, കാണാതെ പഠിക്കും. വയലിൽ കാറ്റാൻ, വയലിൽ അവതരിപ്പിക്കാൻ, ജനങ്ങളെ ഉപദേശിക്കാൻ സ്വയം ഉപദേശിക്കുന്നില്ല, സ്വന്തം ഉപദേശമില്ല. സ്വന്തം ശരീരത്തെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് മനുഷ്യ നീ മരിക്കും, നീ നരകത്തിൽ കടക്കും, നരകത്തിൽ അനുഭവിക്കും. മഹാന്മാരായ സ്വഹാബാക്കൾ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കണ്ടില്ലേ, പഠിച്ചില്ലേ? ചുട്ടുപൊള്ളുന്ന മരുഭൂമിയില് ആകാശത്തു നിന്ന് സൂര്യൻ തീതുപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയില് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിലെ മേൽവസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ തീ പോലെയുള്ള മരുഭൂമിയില്, സഹിക്കാൻ കഴിയാത്ത മരുഭൂമിയില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മലർന്ന് കിടന്നിട്ട് സഹിക്കാൻ കഴിയാത്ത മരുഭൂമിയില് ആ തീയുണ്ടല്ലോ, ചൂടുണ്ടല്ലോ, ശരീരത്തിലേക്ക് തട്ടുമ്പോൾ സ്വന്തം ശരീരത്തിനോട് ക്ഷമിക്കുമറേ, ക്ഷമിക്കുമറേ, നിനക്ക് വേദനയുണ്ടല്ലോ, നിനക്ക് പൊള്ളുന്നല്ലോ, ഈ തീ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ ഉമറേ, നീ ക്ഷമിക്കണം ഉമറേ. ഈ തീയിന്റെ ചൂട് വലിയ ചൂടല്ല. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തിനോട് പറഞ്ഞില്ലേ, ഉമറേ ഈ ചൂട് വലിയ ചൂടല്ല, ജഹന്നമിന്റെ തീയുണ്ടല്ലോ, ജഹന്നമിന്റെ ചൂടുണ്ടല്ലോ, അശദ്ദു ഹർറാ, ഇതിനേക്കാളും ശക്തിയാർന്ന ചൂടാണ്, സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. ആ ചൂട് നീ സഹിക്കേണ്ട വരില്ലേ ഉമറേ? അതിന് നിന്റെ ശരീരം പാകപ്പെടുത്താൻ, ആ ചൂട് സഹിക്കാൻ നിന്റെ ശരീരത്തിന് കഴിയുമാറ് വിധം അതിനുള്ള ഒരു പരിശീലനമാണ് ഈ ചൂട്. അതുകൊണ്ട് നീ സഹിച്ചോ. നിനക്കിത് സഹിക്കാൻ സാധ്യമല്ലെങ്കിൽ, ഇത് നിനക്ക് സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ ജഹന്നമന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി വല്ലതും നീ അന്വേഷിക്കുമറേ. നീ വല്ല വഴിയും അന്വേഷിച്ച് നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമറേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ ഉപദേശിച്ച് ഓരോ ദിവസവും ഉപദേശിച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ, ഉമറേ നീ മരിക്കൂലേ ഉമറേ, നിന്റെ ശരീരം ഖബറിൽ കടക്കൂലേ ഉമറേ, നീ ഒരു നാൾ വിചാരണക്കായി റബ്ബിന്റെ കോടതിയിൽ എത്തില്ലേ ഉമറേ. റബ്ബിന്റെ മുന്നിൽ ഈ ഉമറുണ്ടല്ലോ, ഉമർ ഒന്ന് കേട്ടാൽ പലരും കിടിലം കൊള്ളുന്ന ഉമറ്, കിസ്റയും കൈസറും വിറച്ച ഉമറ്, എല്ലാവരും പേടിച്ച ഉമറ്, എല്ലാവർക്കും പേടിയുള്ള ഉമറ്. ഈ ഉമർ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്കായി നീണ്ട വർഷം നിൽക്കേണ്ടവരില്ല ഉമറേ. അന്ന് ഉമറിന് എന്ത് ചെയ്യാൻ പറ്റും ഉമറേ? അതെക്കുറിച്ച് ഉമറേ നീ ആലോചിക്കേണ്ട ഉമറേ, അതെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട ഉമറേ.
രാത്രി സമയത്ത് ഓരോ സമയത്തും ഓരോ രാത്രിയിലും ഓരോ നിമിഷങ്ങളും റളിയല്ലാഹു അൻഹു റബ്ബിന്റെ കോടതിയെയും റബ്ബിന്റെ വിചാരണയെയും റബ്ബിന്റെ നരകത്തിനെയും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമർ റളിയല്ലാഹു അൻഹു അതെല്ലാം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗക്കാരനാണെന്ന് പുന്നാര നബിതങ്ങളുടെ നാക്കിൽ നിന്നല്ലേ ലോകം പഠിച്ചത്? ആരെങ്കിലും പറഞ്ഞതാണോ? നബിതങ്ങളുടെ നാക്കിൽ നിന്നല്ലേ? മിഅ്റാജിന്റെ രാത്രി ഞാൻ സ്വർഗം കയറിയപ്പോൾ സ്വർഗത്തിന് ജാരിയത്തിന് ഒരു അടിമയെ ഞാൻ കണ്ടെന്നും ആ അടിമ ആ പെണ്ണ് സ്വർഗത്തിലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിലെ പെണ്ണാണെന്നും ആ കൊട്ടാരം ഞാൻ കണ്ടപ്പോൾ അതെനിക്ക് അല്ലാഹു സൃഷ്ടിച്ച കൊട്ടാരമാണെന്ന് അതിന്റെ അലങ്കാരം കണ്ട് അതിന്റെ സൗന്ദര്യം കണ്ട് അത് ഞാൻ ചിന്തിച്ചു പോയെന്നും ഞാൻ അതിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇത് തങ്ങൾക്കുള്ള കൊട്ടാരമല്ലെന്നും അങ്ങയുടെ ശിഷ്യനായ ഉമർ ഇബ്നുൽ ഖത്താബിനുള്ള സൗദമാണെന്ന് ഞാൻ അശരീരി കേട്ടെന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് മുസ്ലിം ലോകത്തിന് സംശയമുണ്ടോ? ഉന്നാര നബിതങ്ങളുടെ നാക്കിൽ നിന്ന് വന്നതല്ലേ ആ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ കോടതിയെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ രണ്ട് താഴ്ഭാഗത്തായി കണ്ണിനീരിച്ച് വീണ് കറുത്ത രണ്ട് കരകളുണ്ടായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ ആ ഉമർ ഭയപ്പെട്ട നരകമാണ് നമ്മൾ ഭയപ്പെടാതെ പോകുന്നത്. ആ ഉമർ ഭയപ്പെട്ട റബ്ബിനെയാണ് നമ്മൾ ഭയപ്പെടാതെ പോകുന്നത്. ആ ഉമർ ഭയപ്പെട്ട മഹ്ശറയെയാണ് നമ്മൾ ഭയപ്പെടാതെ പോകുന്നത്. ആ ഉമർ ഭയപ്പെട്ട റബ്ബിന്റെ മുന്നിലുള്ള ഖിയാമിനെയാണ്, നൃത്തത്തിനെയാണ് നമ്മൾ ഭയപ്പെടാതെ വളരെ ലാഘവത്തോടെ ചിരിക്കുന്നത്. ഇതൊന്നും അനുഭവിക്കാതെ, ഖബറില്ലാതെ, മഹ്ശറയില്ലാതെ, റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? കഴിയുമെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ? കട്ടുണ്ടോ? ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? വിചാരണയില്ലാതെ റബ്ബിന്റെ മുന്നിലെത്താതെ സ്വർഗം കയറാൻ കഴിയുമോ? എന്താണ് റബ്ബിന്റെ കോടതി? നാം ചെയ്ത അണുമണി തൂക്കത്തിനുള്ള എല്ലാം റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമെങ്കിൽ അല്ലാഹു നമ്മളുടെ തിന്മയുടെ പട്ടിക മായ്ച്ചു കളയട്ടെ. ആ റബ്ബിന്റെ കോടതിയിലെല്ലാം വിചാരണ ചെയ്യുമെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്തതിന് ശേഷം എന്തിനാണ് സുഹൃത്തുക്കളെ മഹ്ശറ? ഭീകരമല്ലേ മഹ്ശറ? ഭീകരമല്ലെങ്കിൽ അല്ലാഹുവിന്റെ പടപ്പുകളിലെ ഏറ്റവും ശ്രേഷ്ഠരായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിച്ചാൽ അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമല്ലേ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുത്തുനബി തങ്ങളെ കഴിച്ചാൽ ഏറ്റവും വലിയ ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ പടപ്പ് അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം
അള്ളാഹുവിന്റെ മഹ്ശറയിൽ പേടിച്ച് വിറക്കുമെന്നല്ലേ പുന്നാര വിധങ്ങൾ പഠിപ്പിച്ചത്? കിടിലം കൊള്ളുമെന്നല്ലേ അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ച് വിറക്കുമ്പോൾ സുദീർഘമായ ഹദീസിൽ പുന്നാര നബിതങ്ങൾ പഠിപ്പിച്ചില്ലേ, ജനകോടികൾ രക്ഷയ്ക്ക് വേണ്ടി ആദം നബിയെ സമീപിക്കും, നൂഹ് നബിയെ സമീപിക്കും, മൂസ നബിയെ സമീപിക്കും, ഈസ നബിയെ സമീപിക്കും. ഓരോ പ്രവാചകന്മാരുടെ മുന്നിലും ജനകോടികൾ സമീപിച്ചിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഈ ചൂട് സഹിക്കാൻ വയ്യ, ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല, ഞങ്ങളെ നരകത്തിലേക്ക് തള്ളിവിട്ടാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഈ അദാബ് ഞങ്ങൾക്ക് സഹിക്കൂല, ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ റബ്ബിനോടൊന്ന് ശുപാർശ നടത്തണേ പ്രവാചകരെ. ഓരോ പ്രവാചകന്മാരോടും ജനകോടികൾ പോയി ശുപാർശയ്ക്ക് അപേക്ഷിക്കുമ്പോൾ, സഹായം ചോദിക്കുമ്പോൾ, ഓരോ പ്രവാചകന്മാരും ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെ ഓരോ പ്രവാചകന്മാരും അല്ലാഹുവിന്റെ മഹ്ശറയിൽ വെച്ച് ജനകോടികളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ഇന്നേത്തെ ദിവസം നിങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിവില്ലാത്തവരാൻ, ശുപാർശ ചെയ്യാൻ ഇന്ന് ഞങ്ങൾ നിസ്സഹായരാൻ, ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല, ഞങ്ങളെ തന്നെ ആരെങ്കിലും സഹായിക്കേണ്ട ഘട്ടമാണെന്ന് പറഞ്ഞ് എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെ കൈമലർത്തുമ്പോൾ അവിടുത്തെ അധികാരമുള്ള ഒരേ ഒരു നേതാവ് ജനകോടികളെ ശുപാർശത്തിന് വേണ്ടി ക്ഷണിക്കാൻ, അള്ളാഹുവിനോട് ശുപാർശ നടത്താൻ ധൈര്യവും അധികാരവുമുള്ള ഒരേ ഒരു നേതാവ് നമ്മളുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ പുന്നാര നബിതങ്ങൾക്ക് മാത്രം മിണ്ടാൻ അധികാരമുള്ള, മിണ്ടാൻ കഴിയുന്ന ആ മഹ്ശറയില്ലേ, ജനകോടികൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറ, ആ മഹ്ശറയിൽ റബ്ബിന്റെ മുന്നിൽ റബ്ബിന്റെ റസൂലായ പുന്നാര നബിതങ്ങൾ മാത്രം സംസാരിക്കുന്ന ആ വേള, ആ മഹ്ശറ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മുഖറബായ ജിബ്രീൽ, മുഖറബായ മലക്ക് വരെ ഒന്നും മിണ്ടാതെ നബിതങ്ങൾ മാത്രം സംസാരിക്കുന്ന മഹ്ശറ വളരെ ഭീകരമല്ലേ, വളരെ ഭീകരമല്ല സുഹൃത്തുക്കളെ? ഏതാണ് മഹ്ശറ? ജനകോടികൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോ വബുർജിസത്തിൽ ജഹീം ലിമൻ യറാ, അല്ലാഹുവിന്റെ ജഹന്നമെന്ന് കത്തിക്കോളുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല സൃഷ്ടിച്ച് കത്തിച്ച് 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 കറുത്ത നിറത്തിലുള്ള ഇരുളാറുന്ന ജഹന്നമുണ്ടല്ലോ, 4 കാലുകളുള്ള ജഹന്നമ, ഭീകരമായ ജഹന്നമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികൾക്ക് കാണാൻ വേണ്ടി, ജനകോടികൾക്ക് കാണാൻ വേണ്ടി അതിനെ വലിച്ച് തങ്ങനക്കിട്ട് മലക്കുകൾ, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകൾ ആ ജഹന്നമിനെ പിടിച്ചു വലിച്ച് തങ്ങനക്കിട്ട് കൊണ്ടുവരുമെന്ന് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. ജഹന്നമെന്ന നരകം ജനകോടികൾക്ക് മുമ്പ് മലക്കുകളാൽ വലയം ചെയ്ത് മലക്കുകളാൽ തങ്ങലക്കിട്ട് മഹ്ശറയിൽ ഹാജരാക്കപ്പെടുമ്പോ പുന്നാര നബിതങ്ങൾ പഠിപ്പിക്കുന്നു, ജഹന്നമ ചിലപ്പോൾ ആളിയാളി കത്തും. പാപികളെ കാണുമ്പോൾ, ദോഷികളെ കാണുമ്പോൾ ജഹന്നമ ആളിക്കത്തുമെന്നും മലക്കുകളുടെ പിടിയിൽ നിന്ന് വിട്ട് അത് ആ ജഹന്നം ജനകോടികളിലേക്ക് കയറിച്ചെല്ലാൻ, ഓടിച്ചെല്ലാൻ അത് അടുത്തു വരുമെന്നും പ്രവാചകർ മുഹമ്മദ് മുസ്തഫ. ജനകോടികളെ കാണുമ്പോൾ, പാപികളെ കാണുമ്പോൾ, ദോഷികളെ കാണുമ്പോൾ മലക്കുകളുടെ കരങ്ങളിൽ നിന്നും അത് രക്ഷപ്പെട്ട് ഈ പാപികളിലേക്ക് ഓടി വരുമെന്ന്, ജഹന്നമ ഓടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ
ആ ജഹന്നമ പാപികളെയും ദോഷികളെയും കാണുമ്പോ ആളിയാടി കത്തി വളരെ ഭീകരമായ വിധത്തിൽ കത്തി അങ്ങനെ അതിന്റെ തീ ജ്വാല ജനങ്ങൾക്ക് കാണിച്ച് ജനങ്ങളിലേക്ക് അടുത്തടുത്ത് വരുമ്പോൾ നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാം ആ ആളിക്കത്തുന്ന നരകത്തിന്റെ തീ നരകത്തിന്റെ ജ്വാലകളെ അണുക്കാൻ വേണ്ടി അതിനെ തണുപ്പിക്കാൻ വേണ്ടി വലിയ വലിയ പാത്രത്തിൽ ആ നരകത്തിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമെന്നും ആ വെള്ളം അല്ലാഹുവിനെ പേടിച്ച് രാത്രി സമയത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരഞ്ഞ സജ്ജനങ്ങളുടെ കണ്ണീരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പാപികളുടെ കണ്ണീര് നരകത്തിലേക്ക് കേൾക്കേണ്ട സമയം നരകം ശാന്തമാകും, അത് സമാധാനപ്പെടുമെന്നും അതിന്റെ തീ അടങ്ങുമെന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകത്തിനെ അണക്കാൻ, നരകാഗ്നിയെ തണുപ്പിക്കാൻ കണ്ണുനീര് വേണം. കരയണം സുഹൃത്തുക്കളെ, കണ്ണുനീര് സൃഷ്ടിക്കണം സുഹൃത്തുക്കളെ. ആ നരകം ഭീകരമായ നരകം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മഹ്ശറയിലെ എന്റെ ഉമ്മത്തുകളെ സിറാത്ത് പാലത്തിന്റെ സമീപം ഞാനുണ്ടാകും. സല്ലിം ഉമ്മത്തി എന്ന് പറഞ്ഞ് സിറാത്ത് പാലത്തിന്റെ സമീപം ഞാനുണ്ടാകും ഉമ്മത്തുകളെ. എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം, എന്റെ ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. മഹ്ശറയിലെ എല്ലാവരും നഫ്സ് നഫ്സ് എന്ന് പറയുമ്പോൾ പുന്നാര നബി തങ്ങൾ സല്ലിം ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും നരകം ജഹന്നം സല്ലിം ഉമ്മത്തി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മാലിക് അലൈഹിസ്സലാമിനോട് ചോദിക്കും, ഭീകരമായ ഈ ദിവസം, എല്ലാവരും പ്രയാസപ്പെടുന്ന ദിവസം, ആരാണ് സമുദായത്തിനെ വിളിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നതെന്ന് മാലിക് അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോൾ മാലിക് അലൈഹിസ്സലാം പറയും, അത് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് നബി തന്റെ ഉമ്മത്തികളെ വിളിക്കുന്നതാണെന്ന്, ഉമ്മത്തികൾക്ക് സഹായം ചോദിക്കുന്നതാണെന്ന് പറയുമ്പോൾ മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ ജഹന്നമ് 500 വർഷത്തെ വൈദൂരം പിന്നോട്ട് സഞ്ചരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ മഹ്ശറ വളരെ ഭീകരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മഹ്ശറയിലെ സിറാത്ത് പാലത്തിന്റെ സമീപം ഞാൻ നിന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സിറാത്ത് പാലം കയറുന്ന ഓരോ മനുഷ്യരെയും ആ നരകത്തിലേക്ക്, ഭീകരമായ നരകത്തിലേക്ക് തള്ളിവിടാൻ അതിന്റെ 2 പാർശ്വങ്ങളിലും 2 ഭാഗങ്ങളിലും കൊക്കകളുണ്ട്. അതിന് തള്ളിവിടാൻ മനുഷ്യനെ നരകത്തിലേക്ക് തള്ളിവിടാൻ പറ്റിയ ആയുധങ്ങളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിലേക്ക് തള്ളിവിടാൻ പറ്റിയ ആയുധങ്ങൾ സിറാത്ത് പാലത്തിന്റെ 2 ഭാഗത്തും അല്ലാഹു ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സിറാത്ത് പാലത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് പ്രയാസമല്ലേ? ആ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് കയറുക എന്നത്, സ്വർഗം കടക്കുക എന്നത് പ്രയാസമല്ലേ? എളുപ്പത്തിൽ കഴിയുന്നതാണോ? പല ആളുകൾ മിന്നൽ പിണർ പോലെ സ്വർഗം കയറുമ്പോൾ, സിറാത്ത് പാലം വിട്ട് കിടക്കുമ്പോൾ, ചിലരെ ഞരങ്ങി സിറാത്ത് പാലം കഴിഞ്ഞ് സിറാത്ത് പാലം വിട്ട് കിടക്കുമ്പോൾ പലരും താഴേക്ക് വീഴാൻ ശ്രമിച്ചിട്ടും മേലോട്ട് കയറിയിട്ടും പല വിധേന കഷ്ടപ്പെട്ടിട്ട് സ്വർഗം കയറുമ്പോൾ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സിറാത്ത് പാലത്തിൽ ഒരു നിലക്കുമുള്ള പ്രയാസമില്ലാതെ രക്ഷപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, വളരെയധികം ഗൗരവത്തോടെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ നാം ഒന്ന് പാരായണം ചെയ്താൽ, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ നാം ഒന്ന് ഓടിയാൽ ഒരു മനുഷ്യനും നരകം കടക്കാതെ, നരകം കയറാതെ രക്ഷപ്പെടുകയില്ല എന്നല്ലേ ഖുർആൻ പറയുന്നത്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ
وإن منكم إلا واردها كان على ربك حتما مقضيا. ഏതൊരു മനുഷ്യനും അവൻ വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ആര് തന്നെയായാലും, മഹാനാകട്ടെ മഹാനല്ലാതിരിക്കട്ടെ, ആര് തന്നെയായാലും അവൻ നരകത്തിൽ കടക്കുമെന്നല്ലേ ഖുർആനിന്റെ ധ്വനി. നരകത്തിന്റെ ചൂട് തട്ടാതെ ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് പറയുമ്പോ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച തഫ്സീറുകൾ നോക്കൂ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച തഫ്സീറുകൾ നോക്കൂ. കേവലം തസവ്വുഫല്ല, സകല മുഫസ്സിറുകളും ഈ ആയത്തിൽ ഇതിന്റെ സൂചനകൾ നമുക്ക് പഠിപ്പിക്കുമ്പോ നരകത്തിന്റെ ചൂട് തട്ടുമെന്നും നരകത്തിന്റെ ചൂട് തട്ടാതെ ഒരാളും രക്ഷപ്പെടുകയില്ലെന്നും എല്ലാ ഇമാമുകളും നമുക്ക് പഠിപ്പിക്കുമ്പോ വ്യാഖ്യാനങ്ങളും അതിന്റെ അവസ്ഥകളും പല രൂപത്തിലായി പല ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും നരകം കയറാതെ നരകത്തിന്റെ ചൂട് തട്ടാതെ രക്ഷപ്പെടുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞതാണ്. നരകത്തിൽ കടന്നതിന് ശേഷം, നരകത്തിന്റെ ചൂട് തട്ടിയതിന് ശേഷം മാത്രം ആ വിശ്വാസികൾ, വിശ്വസിച്ച തഖ്വയുള്ള ആളുകൾ രക്ഷപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നരകമെന്താണ്, നരകത്തിന്റെ ചൂടെന്താണെന്ന് നാം ആലോചിക്കണ്ടേ? നമ്മൾ പലപ്പോഴും കേട്ടതല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് തീ ആവശ്യമായി വന്നപ്പോൾ ആ തീക്ക് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ നരകത്തിലേക്ക് പറഞ്ഞയച്ച് മാലിക് അലൈഹിസ്സലാമിൽ നിന്ന് ഒരു കാരക്കയുടെ കതിർ ഞങ്ങൾക്ക് ആദം നബിക്ക് നൽകാൻ വേണ്ടി തീ വേണമെന്ന് പറഞ്ഞപ്പോ മാലിക് അലൈഹിസ്സലാം കാരക്കന്റെ കതിർ തീ ഭൂമിയിലേക്ക് കൊണ്ടുപോയാൽ ഭൂമി നശിച്ചു പോകും. ജിബ്രീലെ, അത്ര തരാൻ കഴിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം മാലിക് അലൈഹിസ്സലാമിനോട് പിന്നെ എത്രയാണ് ഭൂമിയിലേക്ക് കൊണ്ടുപോകേണ്ടത്? മാലിക് അലൈഹിസ്സലാമും ഭൂമിയിലേക്ക് നൽകേണ്ട തീന്റെ അളവ് എത്രയാണെന്നറിയാതെ അല്ലാഹുവിനോട് തന്നെ ചോദിച്ചിട്ട് ഒരു കാരക്കയുടെ കുരുവിന്റെ രണ്ട് ഇടയിലുള്ള ആ ചെറിയൊരു ചീള്, ചെറിയൊരു അംശം, ചെറിയൊരു ഭാഗമുണ്ടല്ലോ, കാരക്കയുടെ കുരുവിന്റെ ഇടയിലുള്ള ചെറിയൊരു പാട, ആ പാടയുടെ കതിര് ചെറിയൊരു അണുവിന്റെ അത്ര ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിൽ നിന്ന് തീ കൊണ്ടുവന്നിട്ട് 7 പ്രാവശ്യം കിതാബുകളിൽ കാണാം, നരകത്തെ വിശദീകരിക്കുന്ന കിതാബുകളിൽ കാണാം 7 പ്രാവശ്യമോ അതിലധികമോ ആയിരക്കണക്കിന് പ്രാവശ്യമോ ജിബ്രീൽ അലൈഹിസ്സലാം കടലിൽ മുക്കിയിട്ട് ആ കല്ലാത്തിയെടുത്തിട്ട് വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെച്ചപ്പോൾ ആ പർവ്വതം വെള്ളമായി ഉരുകിപ്പോയി എന്ന് ഹദീസുകളിൽ കാണാം, ഗ്രന്ഥങ്ങളിൽ കാണാം. എന്താണ് സുഹൃത്തുക്കളെ ആ നരകാഗ്നി? നരകത്തിന്റെ ജ്വാലകൾ എന്താണ്? നരകത്തിന്റെ തീയുടെ ചൂടെന്താണ്? ആ പർവ്വതത്തിൽ വെച്ചപ്പോൾ പർവ്വതം ഉരുകി വെള്ളമായി പോയി. ആ തീയുടെ അംശമാണ് ലോകത്തിന് കാണുന്ന തീയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്സാരമായ ഒരു കടലാസ് കത്തിച്ചിട്ട് ആ കടലാസിലെ ഈ ജ്വാലകളിലേക്ക് നമ്മളുടെ കൈയൊന്ന് വെച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? സഹിക്കാൻ കഴിയുമോ? കടലാസ് കൊണ്ട് കത്തിയിട്ടുണ്ടാകുന്ന തീ വരെ സഹിക്കാൻ കഴിയാത്ത മനുഷ്യ,
നരകത്തെ അല്ലാഹു തആല കത്തിക്കുന്നത് വലിയ വലിയ കല്ലുകളെ കൊണ്ടാണ്, കരിങ്കല്ലുകളെ കൊണ്ടാണ്, വലിയ പാറകളെ കൊണ്ടാണ്, മനുഷ്യരെ കൊണ്ടാണ്. മനുഷ്യരെ കൊണ്ടും പാറകളെ കൊണ്ടും കത്തിക്കുന്ന വലിയ തീജ്വാലകൾ ഉണ്ടാകുന്ന, പറയാൻ കഴിയാത്ത, നിരൂപിക്കാൻ കഴിയാത്ത, വർണ്ണിക്കാൻ കഴിയാത്ത തീജ്വാലയില്ലേ മഹ്ശറിലെത്തി നരകത്തിലെ തീയുടെ ശക്തിയുണ്ടല്ലോ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയാത്ത ആ തീ നമ്മളെല്ലാവരും അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഖുർആൻ നമ്മെ സൂചിപ്പിച്ചാൽ, നമ്മെ ഭീഷണിപ്പെടുത്തിയാൽ എന്തായിരിക്കും സുഹൃത്തുക്കളെ ആ തീ? നാം ആലോചിക്കേണ്ടതല്ലേ? ആ നരകാഗ്നിയിൽ നമ്മൾ പ്രവേശിക്കുമെന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ നരകത്തിന്റെ തീ, ലോകത്തിലേക്ക് അല്ലാഹു തആല തന്ന ആ തീയില്ലേ, ആ നരകത്തിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വർഷങ്ങൾ അല്ലാഹു കത്തിച്ച് ചൂടാക്കി വെച്ചതാണ്. വളരെ കടുപ്പമുള്ള ശക്തിയുള്ള തീയാണ്. ആ തീ ഓരോ മനുഷ്യനും അനുഭവിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ നമ്മെ സൂചിപ്പിക്കുമ്പോൾ, ആ നരകത്തിൽ നിന്ന് മോചനം നേടണ്ടേ? നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള രാപ്പകലുകളല്ലേ നമുക്കുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നരകത്തിന്റെ ഭീകരത. ആലോചിച്ചു നോക്കൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വിചാരണ കഴിഞ്ഞ് ജനങ്ങളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിച്ചതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിലെ ഒരു വിഭാഗങ്ങള് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളാണവർ. നരകവാസികളായി അവർ ചെയ്ത ദോഷത്തിന്റെ കാരണം കൊണ്ട്, പാപങ്ങൾക്ക് കാരണം കൊണ്ട് അവർ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചവരാണ്. നരകവാസികളായ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം നരകവാസികളതാ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളെ നരകത്തിൽ നിന്ന് അട്ടഹസിക്കുകയാണ്. 1000 കൊല്ലം യാ ഹന്നാനു യാ മന്നാനെന്നും, 1000 കൊല്ലം യാ ഖയ്യൂമെന്നും, 1000 കൊല്ലം യാ അർഹമർ റാഹിമീനെന്നും അല്ലാഹുവിന്റെ നരകവാസികളായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ വിളിച്ചാർത്തട്ടഹസിച്ച് കരഞ്ഞതിന് ശേഷം, ഈ 3000 വർഷങ്ങൾക്ക് ശേഷം നരകത്തിലുള്ള പീഡനങ്ങളും വളരെയധികം കഷ്ടതകളും സഹിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുന്നു, യാ ജിബ്രീൽ, നരകത്തിലുള്ള പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്കുള്ള അവസ്ഥ എന്താണ്? ഒന്ന് അന്വേഷിക്കൂ, ഒന്ന് അറിഞ്ഞു വരണം, ഒന്ന് കണ്ടുവരണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മുഖറബുൽ അംലാക്ക് നരകത്തിലേക്ക് കടന്നു വരുന്നു. നരകത്തെ കാക്കുന്ന മലക്കായ മാലിക് അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, പുന്നാര നബി തങ്ങളുടെ ഉമ്മത്തുകളുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളുടെ അവസ്ഥ എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മാലിക് അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ, മാലിക് അലൈഹിസ്സലാം പറയുന്ന സങ്കടം തന്നെ. അവരുടെ ശരീരമാകെ എല്ലാം നശിച്ചു പോയിരിക്കുന്നു, അവർ മുഴുവനും നശിച്ചു പോയിരിക്കുന്നു, തൊലികളെല്ലാം ഉരുകിപ്പോയിരിക്കുന്നു, അവര് ആകെ കാണാനൊന്നുമില്ലാത്ത കരിക്കട്ടകളായി മാറിയിരിക്കുന്നു ജിബ്രീലേ. അവരുടെ അവസ്ഥ വല്ലാത്ത മോശമാണ് ജിബ്രീലേ.
ജിബ്രീൽ അലൈഹിസ്സലാം മാലിക് അലൈഹിസ്സലാമിനോട് പറയും, നരകത്തിന്റെ ആ മറയുണ്ടല്ലോ ആ വിധിയൊന്ന് മാറ്റാൻ വേണ്ടി ജിബ്രീൽ ആവശ്യപ്പെടുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിലേക്ക് നോക്കും. നരകത്തിലെ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തുകളെ ജിബ്രീൽ അലൈഹിസ്സലാം നോക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കറുത്ത കരിക്കട്ടകളായി കത്തിച്ചാമ്പലായ കരിക്കട്ടകളായി അവർ മാറിയിരിക്കുന്നു, അവർ കറുത്തുപോയിരിക്കുന്നു, കത്തിച്ചാമ്പലായിരിക്കുന്നു. പുന്നാര നിബിതങ്ങൾ പറയുന്നു, അവരുടെ മുഖവും ഹൃദയവും മാത്രം നേരെ ഒരു പ്രകാശം കാണുമെന്ന് റസൂലുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വിശ്വാസത്തിന്റെ ഈമാനിന്റെ ചെറിയൊരു പ്രഭ കൊണ്ട് അവരുടെ ഹൃദയവും മുഖവും മാത്രം അതിന്റെ വെളിച്ചം കാണുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നരകത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നോക്കുമ്പോ നരകവാസികളായ നബി തങ്ങളുടെ ഉമ്മത്തുകൾ ജിബ്രീലിനെ കാണുമ്പോ ഇതാരാണ്? ഒരു നല്ലൊരു മലക്ക്. ഇത് അദാബിന്റെ മലക്കല്ല, നമ്മെ ശിക്ഷിക്കാൻ വരുന്ന മലക്കല്ല, ഇതൊരു നല്ല മലക്കാണ്. ഇയാളെ കണ്ടാൽ നല്ലൊരാളാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇതാരാണെന്ന് അറിയാതെ നരകവാസികളായ പുന്നാന നബി തങ്ങളുടെ ഉമ്മത്തുകൾ ചാടി എഴുന്നേറ്റുകൊണ്ട് നിങ്ങളാരാണെന്ന് ജിബ്രീലിനോട് ചോദിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവരോട് പറയും, ഞാൻ ജിബ്രീലാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോ നരകവാസികൾ പറയും, ഞങ്ങളുടെ ജിബ്രീൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹ്യുമായി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ജിബ്രീൽ, ഖുർആനിന്റെ ആയത്തുകൾ ഞങ്ങളിലേക്ക് എത്തിച്ച ജിബ്രീൽ നബിയുമായി ബന്ധമുള്ള ജിബ്രീൽ, യാ ജിബ്രീൽ, ഞങ്ങളുടെ ഹബീബായ പുന്നാര നബി തങ്ങൾ എവിടെയാണ്? ഞങ്ങൾ എത്ര വർഷമായി നരകത്തിൽ കഴിയുന്നു, ഈ അഗ്നിയിൽ കഴിയുന്നു? ഞങ്ങളുടെ ഹബീബിനോടൊന്ന് പറയുമോ? ഞങ്ങളുടെ ഈ സങ്കടമൊന്ന് അറിയിക്കുമോ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നരകവാസികൾ ആവശ്യപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ജിബ്രീൽ അലൈഹിസ്സലാം ഈ രംഗം കണ്ട് വളരെ വിഷമത്തോടെ അല്ലാഹുവിന്റെ മുന്നിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞാൻ നരകം കണ്ടു റബ്ബേ, നരകത്തിലുള്ള മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളെ കണ്ടു റബ്ബേ. വളരെ പ്രയാസത്തിലാണ് അവർ വളരെ സങ്കടത്തിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ വളരെ മോശമാണ് റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹു ജിബ്രീലിനോട് ചോദിക്കും, നരകവാസികളായ അവർ എന്ത് പറഞ്ഞു? ജിബ്രീൽ പറയും, അല്ലാഹുവിന്റെ റസൂലിനോട് അവരുടെ അവസ്ഥ അറിയിക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു റബ്ബേ. അല്ലാഹു ജിബ്രീലിനോട് ആ സമയം പറയും, എങ്കിൽ ജിബ്രീലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരുടെ അവസ്ഥ ഒന്ന് പോയി പറയൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗീയ ലോകത്തെ ഉന്നതമായ പദവിയില് വിരാജിച്ചു കൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വളരെ വിഷമത്തോടെ ജിബ്രീൽ അലൈഹിസ്സലാം കയറി ചൊല്ലുന്നു. ആ സമയം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുമ്പോൾ, കണ്ണീരോടെ കാണുമ്പോൾ, കരഞ്ഞുകൊണ്ട് വരുന്നത് കാണുമ്പോൾ, യാ ജിബ്രീൽ, എന്താണ് നിങ്ങൾ കരയാൻ കാരണം? എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കരയുന്നത്? സന്തോഷിക്കേണ്ട സമയമല്ലേ? എന്തിനാണ് ജിബ്രീൽ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പുന്നാര നബി തങ്ങളോട് പറയുമത്രേ, ഞാൻ കണ്ടത് അങ്ങെങ്ങാനും കണ്ടിരുന്നെങ്കിൽ എന്നെക്കാൾ ശക്തിയായി അങ്ങ് കരയുമായിരുന്നു നബിയേ.
അങ്ങയുടെ ഉമ്മത്തുകളിൽപ്പെട്ട നല്ലൊരു വിഭാഗം അതാ നരകത്തിയിൽ വളരെ പ്രയാസപ്പെടുന്നതായി ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പോയി കണ്ടു നബിയേ. ആ നരകത്തിലേക്ക് ഞാൻ പോയപ്പോൾ തങ്ങളെ അവര് വിളിച്ചാർത്തട്ടഹസിക്കുന്നു നബിയേ. അവരുടെ കാര്യം തങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന സ്ഥലത്തിൽ നിന്ന് ഇരുന്ന ഇടത്തു നിന്ന് ചാടി എഴുന്നേൽക്കുകയും ലബ്ബൈക്കും ലബ്ബൈക്കും യാ ഉമ്മത്തി, അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മത്തുകൾക്ക് ഉത്തരം നൽകിക്കൊണ്ടതാ അർശിന്റെ താഴെ അമ്പിയാക്കളോടൊപ്പം മുഴുവൻ അമ്പിയാക്കളെയും കൂട്ടി അർശിന്റെ ചുവട്ടിൽ സുജൂദിലായി വീഴുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായി അർശിന്റെ താഴെ കിടക്കുമ്പോൾ അല്ലാഹു തആല തല ഉയർത്താൻ വേണ്ടി പറയുന്നു. നബി തങ്ങൾ തല ഉയർത്തുന്നു. എന്താണ് വേണ്ടത് ചോദിക്കൂ നബിയെ, തരാമെന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു, എന്റെ നാഥാ, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു വിഭാഗം നരകത്തിന്റെ തീയിലതാ വെന്തുരുകുന്നു റബ്ബേ. അവരെ രക്ഷപ്പെടുത്താതെ അവരെ സ്വർഗത്തിൽ കയറ്റാതെ എനിക്ക് സ്വർഗം വേണ്ട നാഥാ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെയും സർവ്വ അമ്പിയാക്കളെയും കൂട്ടിയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു നബി തങ്ങൾക്ക് അനുവാദം നൽകുന്നു. നബി തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിന്റെ മറ നീക്കുന്നു. സ്വർഗത്തിന്റെ മറ നീക്കിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നരകവാസികളായ ആ നബിതങ്ങളുടെ ഉമ്മത്തികൾ കാണുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നരകവാസികൾ കാണുമ്പോൾ വാ മുഹമ്മദാ, ഞങ്ങളുടെ നേതാവായ നബിയേ, അങ്ങ് ഞങ്ങളെ ഒഴിവാക്കിയോ, അങ്ങ് ഞങ്ങളെ മറന്നു കളഞ്ഞോ, ഞങ്ങൾ എത്ര വർഷങ്ങളായി നരകക്കഗ്നിയിൽ കഴിയുന്നു എന്ന് ആ നരകവാസികൾ വിളിച്ചാർത്തുകയും നരകവാസികൾ നബിതങ്ങളെ കാണുമ്പോൾ ചാടി ചാടി വളരെ ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കി നബിതങ്ങളെ വിളിച്ചുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ നരകവാസികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിന്റെ വാതിൽക്കലുള്ള നദിയിൽ കൊണ്ടുപോയി അവരെ കുളിപ്പിക്കുമ്പോൾ അവരുടെ ശരീരം പ്രകാശമുള്ളതായി തീരും, നല്ല ശരീരമായി തീരും. അവരുടെ കറുപ്പ് നിറം പോകുമെന്നും കത്തിച്ചാമ്പലായ അവരുടെ ശരീരം നന്നായി നല്ലവരായി നല്ല അഴകുള്ളവരായി മാറുമെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ നബി തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു വിഭാഗം തന്നെ അതാരായിരിക്കും സുഹൃത്തുക്കളെ? ഞാനും നിങ്ങളും ആകാതിരിക്കട്ടെ, നമ്മൾക്ക് ബന്ധമുള്ള ആരുമാകാതിരിക്കട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന ആരുമാകാതിരിക്കട്ടെ. നബി തങ്ങളുടെ ഉമ്മത്തുകൾ സ്വർഗത്തിൽ കടക്കുമെന്നല്ലേ പറയുന്നത്, ആ നരകത്തിൽ കടക്കുമെന്നല്ലേ പറയുന്നത്. ആ നരകാഗ്നിയിൽ നിന്ന് നാം രക്ഷപ്പെടണ്ടേ, രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണ്ടേ സഹോദരങ്ങളെ. ഇഖ്ലാസില്ലാത്ത പ്രവർത്തനങ്ങളാണ് നമ്മളുടേത്. നമ്മുടെ പ്രസംഗങ്ങൾക്ക് ഇഖ്ലാസില്ല, നമ്മുടെ ഇബാദത്തുകൾക്ക് ഇഖ്ലാസില്ല, നമ്മളുടെ ചെല്ലുകൾക്ക് ഇഖ്ലാസില്ല, നമ്മളുടെ ചെയ്തികൾക്ക് ഇഖ്ലാസില്ല, നമ്മളുടെ ഒരു കർമ്മങ്ങൾക്കും ഇഖ്ലാസില്ലെങ്കിൽ ഇഖ്ലാസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആ ഇഖ്ലാസിനെ തകർക്കുന്ന സകല പ്രവർത്തനങ്ങളും നമ്മളുടെ ഇന്നിന്റെ ലോകത്തുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കണം. നമുക്കൊരു പള്ളിയിൽ പോയി സ്വസ്ഥമായി ശരിയായ വിധം ഖുശൂഅോടെ നിസ്കരിക്കാനുള്ള അവസ്ഥ ഇന്നില്ല. ഫർള് നിസ്കാരമാകട്ടെ, ഏത് നമസ്കാരമാകട്ടെ,
ശരിയായ വിധം ഇഖ്ലാസോടെ നിസ്കരിക്കാനുള്ള ഒരവസ്ഥ നമുക്കില്ല. അത് എടുക്കപ്പെട്ടിരിക്കുന്നു. ഒരു ജുമാഅത്ത് പോയി ശരിയായ വിധം നമ്മളുടെ മനസ്സിന് തൃപ്തിയാകുന്ന വിധം നിസ്കരിക്കാനുള്ള സൗകര്യമില്ല. പലപ്പോഴും എന്നെ പോലെയുള്ള ആളുകൾക്ക് ജുമാഅത്തിന് ലഭിക്കാത്ത ഒരവസ്ഥയാണ് സുഹൃത്തുക്കളെ. എല്ലാം ഇഖ്ലാസ് തകർക്കുന്നതാണ് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ പലപ്പോഴായി റമദാനിന്റെ പല രാവുകളും നല്ലൊരു പള്ളിയില് നല്ലൊരു ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കാൻ വേണ്ടി പലപ്പോഴും ഊരു ചുറ്റുകയാണ്. ചില പള്ളിയിലേക്ക് പോകുമ്പോ വല്ലാത്ത ബഹളം, നമുക്ക് വാക്യമില്ല, സൂറത്തില്ല, നിസ്കാരത്തിൽ ഈ യന്ത്രത്തിന്റെ ഈ കുന്തത്തിന്റെ ഈ മൈക്കയുടെ ഇടങ്ങേറല്ലാതെ ആ ഒരു ശബ്ദവും ബഹളവും അല്ലാതെ നമുക്ക് തീരെ വാക്യ ഓതാനോ നിസ്കാരത്തിന്റെ മറ്റു ഒരു ഹുശൂയിലേക്കും ഒരു ചിന്തയിലേക്കും പ്രവേശിക്കാൻ കഴിയാത്ത വിധം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ആ നിസ്കാരത്തില് ഈ യന്ത്രം ഉപയോഗിക്കുന്ന ആളുകൾക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ഇഖ്ലാസ് ഉണ്ടോ? സുജൂദിൽ ഈ കഴിഞ്ഞ ഇന്നലത്തെ ജുമുഅക്ക്, ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക് സുജൂദിലേക്ക് ഈ മൈക്കും കുത്തിയിട്ട് ഖതീബ് സുജൂദിലേക്ക് പോയപ്പോ പള്ളിയിലാകെ ബഹളം, മൈക്കന്റെ മൂളക്കം. ഈ മൈക്കയുടെ മൂളക്കം കൊണ്ട് നമ്മളുടെയൊക്കെ ഇഖ്ലാസ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഖുശൂ പോകുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുസ്ലിങ്ങളെ വളരെ ഖുശൂവോടെ നിസ്കരിക്കുമ്പോ ഈ യന്ത്രം കുത്തിയിട്ട് ജനങ്ങളുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദികൾ ആരാണ് അതിന്റെ ഉത്തരവാദികള്? നാം ആലോചിക്കേണ്ട വിഷയമല്ലേ? നമുക്കൊരു കൃത്യമായ മനസ്സമാധാനത്തോടെ ശരിയായ വിധത്തിൽ ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, റുക്കൂഇൽ നിന്ന് ഉയരുന്ന സമയത്ത് തലയിലേക്ക് മൈക്ക് തട്ടിപ്പോകുമോ എന്ന നിലയില് മൈക്കയാണ് ഖതീബിന്റെ ഇമാമിന്റെ മനസ്സില്. ആ മൈക്ക് തലയിൽ തട്ടാതിരിക്കാൻ വേണ്ടി അശ്രദ്ധിച്ചുകൊണ്ട് ഉയരുന്ന ഇമാമ് മൈക്ക് ശബ്ദിക്കുമ്പോൾ റുക്കൂഇലേക്കും സുജൂദിലേക്കും കുനിയുന്ന സമയത്ത് മൗനമായി നിൽക്കുന്ന ആ സമയത്ത് മൈക്ക് ശബ്ദമിടുമ്പോൾ മൈക്കയുടെ ശബ്ദം അടക്കാൻ വെക്കുന്ന മുസ്ലിയാരെ ചുമച്ചിട്ട് ശബ്ദമുണ്ടാക്കിയിട്ട് മൈക്കിന്റെ ശബ്ദത്തെ അടക്കുന്ന മുസ്ലിയാക്കന്മാർ ഇമാമുകള്. എവിടെയാണ് സുഹൃത്തുക്കളെ ഇഖ്ലാസും ഖുശൂഉം? ഈ ഇഖ്ലാസും ഖുശൂഉം എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ മൈക്കയുടെ കാര്യവും അതിന്റെ മസാലയും എനിക്കറിയില്ല. എങ്കിലും ഈ മൈക്ക ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത് മുതല് ഇഖ്ലാസ് എന്നത്, ഖുശൂ എന്നത് എടുക്കപ്പെട്ടു പോയി എന്ന് എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വളരെ സത്യമാണ്. ഇഖ്ലാസില്ല, ഖുശൂഇല്ല. സാധാരണഗതിയിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസ് എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള മാർഗങ്ങളെ നാം നിർമ്മിച്ച് നമ്മളുടെ പള്ളികളിലും ജമാഅത്തുകളിലും അത് കൊണ്ടുവെക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യൂലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം. ആദ്യമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ആദ്യമായി ഈ ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് ഖുശൂആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആദ്യമായി ഈ ഉമ്മത്തുകളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടുന്നത് ഖുശൂആൻ. ആ ഖുശൂആൻ എടുക്കപ്പെട്ടിരിക്കുന്നത് ഖുശൂ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുമെന്നും ആദ്യമായി ലോകത്തിൽ നിന്ന് ഖുശൂ നീക്കപ്പെടുമെന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അത് എടുക്കപ്പെടുന്ന ആളുകളായി അതിന്റെ ഉറവിടം നാമായി മാറാൻ ശ്രമിക്കണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ മഹല്ലിൽ എനിക്ക് മാസങ്ങളായി ജുമുഅക്ക് കൂടാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ട്? എത്രയോ വർഷങ്ങളായി ജുമുഅ സ്ഥാപിച്ചിട്ടുള്ള ഈ മഹല്ലില് പുതിയ ഒരു ഖതീബ് വന്നപ്പോ അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഇത് സ്ഥാപിച്ചപ്പോൾ
നമുക്കവിടെ പിന്നെ കൂടാൻ പറ്റാത്ത അവസ്ഥയായി. യാദൃശ്ചികമായി ഞാൻ അറിയാതെ അന്ന് ആ ജുമാക്ക് ഞാൻ സാധാരണ പോലെ എത്തിപ്പെട്ടപ്പോൾ, ചിന്തിക്കാതെ അന്ന് ജുമാക്ക് ഇത് സ്ഥാപിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ തല താഴ്ത്തി ഇരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ നാട്ടിലെ ഫിത്നയുടെ ഭയമാണ്. ഫിത്നയുണ്ടാകുമെന്നും കഷ്ടമുണ്ടാകുമെന്നും ഭയപ്പെട്ടുകൊണ്ട് പലപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. അവിടെങ്കിലും മിണ്ടാതിരിക്കേണ്ടി വന്നപ്പോ അന്നത്തെ ഖുതുബയിൽ ആ ഖതീബ് ഓതിയത് കുല്ലുക്കും റാഈ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. യാദൃശ്ചികമായി അദ്ദേഹത്തിന്റെ അന്നത്തെ ഖുതുബയില് ലൗഡ് സ്പീക്കർ സ്ഥാപിച്ചുകൊണ്ട് നിർവഹിച്ച ആദ്യ ഖുതുബയില് അദ്ദേഹം ആ ഹദീസാണ് ഓതിയത്. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങളെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കും. നിങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികളാണ്. നിങ്ങളെ ഭരണത്തെക്കുറിച്ചും നിങ്ങളെ ഭരണീയരെ കുറിച്ചും അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ് അന്നത്തെ ഖുതുബയിലൂടെ കടന്നു വന്നതെങ്കിൽ അദ്ദേഹത്തോട് തന്നെ ഉപദേശിക്കുകയല്ലേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നെ പോലെയുള്ള ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖുതുബി തങ്ങളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അഭിവന്യരായ വണ്ടൂരിലെ ശൈഖുനാ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ നാദാപുരത്തെ കീയനയോർ, ഇതുപോലെയുള്ള കക്കിടിപ്പുറത്തെ മഹാനവരെ പോലെയുള്ള ഒരുപറ്റ മുവഫഖുകളായ വലിയ വലിയ പണ്ഡിതന്മാരെ അവർ ലോകത്തോട് പറഞ്ഞാൽ അവരുടെ വാദഗതികളെ കിതാബിന്റെ അടിസ്ഥാനത്തില്, ശാഫിഈ ഫിഖിന്റെ അടിസ്ഥാനത്തില് അവർ നമ്മളോട് പഠിപ്പിച്ച കാര്യങ്ങള് അത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അവരോടൊപ്പം സ്വർഗീയ ലോകത്തെ അവർ കിടക്കുന്ന സ്വർഗത്തിൽ അവരോടൊക്കെ ഒപ്പം പ്രവേശിക്കണമെന്നും ആഗ്രഹിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നില്ലേ? ധാരാളം മുസ്ലിങ്ങൾ ജീവിക്കുന്നില്ലേ? ധാരാളം പണ്ഡിതന്മാർ ജീവിക്കുന്നില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന ഈ യന്ത്രത്തിന് വേണ്ടി ആ ഊർജവം ചെലവാക്കുന്ന, ഈ യന്ത്രത്തിന് വേണ്ടി യന്ത്രം സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹാന്മാരെ പിൻപറ്റി ജീവിക്കുന്ന എത്രയോ ആലിമീങ്ങളും പണ്ഡിതന്മാരും സാധാരണക്കാരായ മുസ്ലിങ്ങളും അവരില്ലേ, അവർ വിചാരിക്കുന്നതും പഠിച്ചതും മനസ്സിലാക്കുന്നതും ശാഫിഈ ഫിഖിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ജുമാ ഖുതുബ നിർവഹിച്ചാൽ സാധുവല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോ അവർക്ക് ഈ ജുമായിൽ കൂടാൻ പറ്റില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്കും ജുമാ വേണ്ടേ? അവർക്കും ജുമാക്ക് കൂടാനുള്ള സൗകര്യം വേണ്ടേ? നാടായ നാടുകളില്, പള്ളിയായ പള്ളികളില് മൊത്തവും ഈ യന്ത്രത്തെ സ്ഥാപിച്ചിട്ട് സർവ്വ ഇബാദത്തും നശിപ്പിക്കുമ്പോ പറ്റുന്നിടത്തും പറ്റാത്തിടത്തും ഇത് സ്ഥാപിച്ചിട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസിനെയും ഖുശൂഇനെയും എടുത്തു കളയുമ്പോൾ ഇതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുന്നിൽ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടവരില്ലേ? ഇത് സ്ഥാപിച്ചവര് വളരെ ലാഘവത്തോടെ മക്കത്തും മദീനത്തും മറ്റു രാജ്യത്തുമില്ലേ? നിസ്കാരത്തിന് പറ്റുമെങ്കിൽ എന്തേ ഖുതുബക്ക് പറ്റാത്തത് എന്നൊക്കെ വളരെ ലാഘവത്തോടെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് സ്ഥാപിക്കുന്ന ആളുകൾ റബ്ബിന്റെ കോടതിയിൽ നാളെ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടവരില്ലേ? റബ്ബ് താല നമ്മോട് ചോദ്യം ചെയ്യൂലേ? മനുഷ്യന്റെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പള്ളിയിൽ നമസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ അവന്റെ ഖുശൂഇന് കളങ്കം പറ്റുന്ന, അവന്റെ ഇഖ്ലാസിന് കോട്ടം പറ്റുന്ന യാതൊന്നും പള്ളിയുടെ അകത്ത് പാടില്ല എങ്കിൽ മനുഷ്യ ശബ്ദത്തേക്കാൾ ഉറക്ക ശബ്ദിക്കുന്ന ഈ യന്ത്രം ഉപയോഗിച്ച് സകല മുസ്ലിങ്ങളുടെ നിസ്കാരക്കാരുടെ നിസ്കാരത്തിനെയും ഫസാദാക്കുമ്പോ, നിസ്കാരത്തിന് ഉപയോഗിക്കുമ്പോൾ ഇഖ്ലാസിന് സാരമായ പ്രശ്നം വരുമ്പോ, ഖുശൂഇന് സാരമായ പ്രശ്നം വരുമ്പോ, ഖുതുബക്ക് ശർത്തിന് ഭംഗം വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ആലോചിക്കണ്ടേ? മഹാന്മാരായ പണ്ഡിതന്മാര് നിസ്സാരമായി നമുക്ക് തള്ളാൻ പറ്റിയവരാണോ? ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകളെ സംബന്ധിച്ച്, കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട അരൂർ ബാക്കരി ഉസ്താദ് അവറുകളുടെ പ്രസംഗം നമ്മൾ കേട്ടില്ലേ?
അതേ മഹാനവറുകൾ രക്തം തുപ്പുന്ന രോഗം വന്ന് രക്തം തുപ്പി വിദഗ്ധനായ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത്, ഈ രോഗത്തിന് മരുന്നില്ല, ഈ രോഗം നിങ്ങൾ പറയുന്നത് പോലെ സീരിയസുള്ള ഒരു അസുഖമല്ല, വളരെ പേടിക്കേണ്ട ഡേഞ്ചറായ അസുഖമല്ല, ഈശ്വരനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഹൃദയം, അദ്ദേഹത്തിന്റെ കരളിൽ നിന്ന് വരുന്ന രക്തമാണെന്ന് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെയുള്ള മഹാന്മാരെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുത്ബി തങ്ങൾ, വെളുത്ത മനുഷ്യൻ, വെളുത്ത ശരീരമുള്ള മുഖമൊക്കെ വെളുത്ത മനുഷ്യൻ, ആ മഹാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ കൈപൊക്കുമ്പോൾ ആ വെളുത്ത മുഖം ചോര പോലെ ചുവന്നിരിക്കുമെന്ന് ആ മഹാനവറുകളെ കണ്ട ആളുകൾ നമുക്ക് വിവരിച്ചു തരുമ്പോൾ, അതുപോലെയുള്ള മഹാന്മാർ, ആ മഹാന്മാരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നവരാണോ? അവരുടെ അഭിപ്രായങ്ങൾക്ക്, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് നാം വില കൽപ്പിക്കണ്ടേ? അവരെ നാം ബഹുമാനിക്കണ്ടേ? അവരുടെ വാക്കുകൾക്ക് നാം വില കൽപ്പിക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ നിസ്കരിച്ച് കാണിച്ചത്, എങ്ങനെയാണോ ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ഖുത്ബ നിർവഹിക്കാൻ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ഇബാദത്തിന്റെ ഓരോ കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്, അത് പരമ്പരാഗതമായി മഹാന്മാരായ ഇമാമുകളിലൂടെ, മഹാന്മാരായ മുസ്ലിങ്ങളിലൂടെ, മുഅ്മിനീങ്ങളിലൂടെ, നമുക്ക് പകർന്നു തന്ന മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇബാദത്താണ്, അതിൽ മാറ്റമില്ല. വമബിനൽ ഇബാദാത്തി അലാ നിആയത്തിൽ ഇത്തിബായി ഫലൈസ ലനാ ഇഹ്ദാഫു സിഫത്തിൽ ലം തുജദ് ഫി അഹദിഹി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലാ ബിദലീലിൻ എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പഠിപ്പിക്കുമ്പോൾ, ഇബാദത്തിന്റെ വിഷയത്തിൽ പൂർണ്ണമായും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാണ് നാം പിന്തുടരേണ്ടത്. ഇത്തിബാണ് തെളിവ്. നബിയുടെ ഇത്തിബാ എങ്ങനെയാണോ, നബി എങ്ങനെയാണോ പഠിപ്പിച്ചത്, നബി എങ്ങനെയാണോ ഖുത്ബ നിർവഹിച്ചത്, നബി എങ്ങനെയാണോ നിസ്കരിച്ചത്, നബി എങ്ങനെയാണോ നോമ്പനുഷ്ഠിച്ചത്, അപ്രകാരം തന്നെ പിൻപറ്റി ജീവിക്കലാണ്, അത് കൊണ്ടുവരലാണ് ഇബാദത്തിന്റെ രേഖ, ഇബാദത്തിന്റെ അടിസ്ഥാനം. അതിനെതിരായി വല്ലതും നമ്മൾക്ക് അതിൽ കടത്തി കൂട്ടണമെങ്കിൽ, വല്ലതും അതിൽ ചേർക്കണമെങ്കിൽ, പൂർണ്ണമായ തെളിവില്ലാതെ, വ്യക്തമായ രേഖയില്ലാതെ, ശരിയായ അടിസ്ഥാനമില്ലാതെ യാതൊന്നും അതിൽ ചേർക്കാൻ പാടില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, ആ മഹാന്മാരായ ഫുഖഹാക്കളുടെ ഗ്രന്ഥങ്ങളും ആ ഇമാമുകളെയും മാറിലേറ്റുന്ന നമ്മളെ, ആ ഇമാമിങ്ങളുടെ പിൻഗാമികളാണെന്ന് അവകാശപ്പെടുന്ന നമുക്ക്, ആ ഇമാമുകളുടെ ഈ ഗ്രന്ഥങ്ങളും ഈ ഇബാദത്തുകളും എങ്ങനെ വലിച്ചെറിയാൻ നമുക്ക് കഴിയും? നമ്മുടെ സിൽസിലയുണ്ടല്ലോ, നമ്മുടെ സനദ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തി നിൽക്കുന്ന നമുക്ക് ഇൽമു ലഭിച്ചത് ആ സനദുണ്ടല്ലോ, പരമ്പര. ആ പരമ്പരയിലെ നാരികക്കല്ലായി നിലനിൽക്കുന്ന ശംസുൽ ഉലമാ ഖുത്ബി തങ്ങളെയും അതുപോലെയുള്ള മഹാരഥന്മാരെയും എല്ലാം നമുക്കെങ്ങനെ തള്ളിക്കളയാൻ കഴിയും? അവരൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നമുക്കെങ്ങനെ മുന്നേറാൻ കഴിയുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനിന്റെ ചെറിയൊരു അംശം അല്ലാഹുവിനോടുള്ള ഭയം, നാളെ മഹ്ശറിൽ റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ചെറിയൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇബാദത്തിൽ എന്തെങ്കിലും ഒന്ന് കടത്തിക്കൂട്ടുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോൾ ആലോചന വേണം, റബ്ബിന്റെ മുന്നിൽ ഇത് ചോദ്യം ചെയ്യപ്പെടും. ഈ മഹാന്മാരായ വണ്ടൂര് ശൈഖുനാ സദഖത്തുൽ മുസ്ലിയാർ ചെറിയ മനുഷ്യനല്ല, ചെറിയൊരു പണ്ഡിതനല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകമൊത്തവും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരെ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ സംരക്ഷിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ച് അലയടിക്കുന്ന കടലിന്റെ തിരമാലകൾ പോലെ ആ നബിച്ചാൽ അതിനെ നേരിടാൻ നെഞ്ഞും തിരിച്ച്
ഇരുമാറും വിരിച്ച് ഞാനുണ്ടതിനെ നേരിടാനെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലുന്ന ബഹുമാനപ്പെട്ട മൗലാനായി കെ അബൂബക്കർ മുസ്ലിയാർ ഒരു കാലഘട്ടത്തിന്റെ വിധിനാഥമായ ഒരു കാലഘട്ടത്തിന്റെ വലിയ ഒരു ശബ്ദമായിരുന്ന ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്കർ മുസ്ലിയാർ. ആ ഈ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന മഹാപ്രതിഭയാണ് സകല ഫിഖിന്റെ കിതാബുകളിലും അയിമ്മത്തിന്റെ ഗ്രന്ഥങ്ങളിലും എന്തെങ്കിലും ഒരു അച്ചടിപ്പിച്ചക്കുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ തന്റെ അറിവുമുള്ള മുവഫ്ഫഖായ ഉഖറവിയായ ഒരു പണ്ഡിതനാണ് ശൈഖുനാ സദഖത്തുള്ള എന്ന് എഴുതി വെച്ചത്. ബഹുമാനപ്പെട്ട ശൈഖുനയെ സംബന്ധിച്ച്, ആ അഭിവന്ദനായ ശൈഖുനയെ സംബന്ധിച്ച് അവിടുത്തെ ഖദറിനെ മാനിക്കാൻ എനിക്ക് കഴിയാതെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്കർ മുസ്ലിയാർ. ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ആ പണ്ഡിത കേസരി, ആ മഹാനാണ് പറഞ്ഞത് ശൈഖുനാ സദഖത്തുള്ള മുസ്ലിയാർ ഉഖ്റബിയായ ഒരു പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട കന്യത്ത് അഹമ്മദ് മുസ്ലിയാരാണ് പറഞ്ഞത് ഉഖ്റബിയായ ഒരു പണ്ഡിതനാണ് സദഖത്തുള്ള. ഉഖ്റബിയായ ഇതുപോലെയുള്ള പണ്ഡിതന്മാർ വഫാത്തായി പോകുന്നത് ദീനിനെ ഏൽക്കുന്ന ഏറ്റവും വലിയ മുസീബത്താണ് എന്ന് പറഞ്ഞത് കന്യത്ത് അഹമ്മദ് മുസ്ലിയാർ. അവരൊക്കെ മാനിച്ച നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ശൈഖുനയെ മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ മുസാബറ മെമ്പറായിരുന്ന ഇന്നും മന്നാനിയ അറബിക് കോളേജിലെ മുദല്ലിസായി സേവനമനുഷ്ഠിക്കുന്ന ബീരാൻകുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾക്ക് എന്നോട് കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാർ എന്ന ശൈഖുനാ സദഖത്തുള്ള എന്ന ഞങ്ങളുടെ അഭിവന്ദനായ ശൈഖുനായുടെ പിതാവായ പോക്കർ മുസ്ലിയാരുടെ ശിഷ്യനായ കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാർ, ആ കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാരുടെ മകൻ എന്നോട് നേരിട്ട് പറഞ്ഞ ഒരു സംഭവമാണ്. ആ മഹാനോ ഒരു പ്രാവശ്യം ഈ കെ അബൂബക്കർ മുസ്ലിയാരെ ബസ്സിൽ വെച്ച് കണ്ടുമുട്ടി. ബസ്സിൽ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തോട് ഈ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന മഹാൻ ചോദിച്ചു, അവിടെ സമസ്ഥാനക്കാരനായ ഒരു ബീരാൻകുട്ടി മുസ്ലിയാരില്ലേ, സമസ്ഥാനക്കാരനായ ഒരു മുസ്ലിയാരില്ലേ? അദ്ദേഹം പറഞ്ഞുകൊണ്ട് അയാൾക്ക് എന്റെ ഒരു അസ്സലാമു അലൈക്കും പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്ന് ഈ കെ ഉസ്താദ് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എങ്ങനെയാണ് അവിടുന്ന് പരിചയം? ഈ ബീരാൻകുട്ടി മുസ്ലിയാർ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം എന്ന് ചോദിച്ചപ്പോ, എങ്ങനെയാണ് ബന്ധമെന്ന് ചോദിച്ചപ്പോ ഈ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, എനിക്കങ്ങനെ ആരോടും വലിയ ബന്ധമില്ല, ഞാനങ്ങനെ ആരെയും, മൂപ്പര ശൈലിയിൽ തന്നെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആരെയും വലിയ ബന്ധം സ്ഥാപിക്കാറില്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അവരൊക്കെ നല്ല ആളുകളാണ്, എന്റെ ഒരു അസ്സലാമു അലൈക്കും നീ പറ എന്ന് ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദ് ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന ഈ പണ്ഡിതന് സലാം പറയാൻ വേണ്ടി ഏൽപ്പിച്ചു. നല്ലയാളാണ്, അവരൊക്കെ നല്ലവരാണെന്ന് ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദ് വാഴ്ത്തിയ ആ പണ്ഡിതന്മാരുടെ സഭയാണ്, അത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഒരുമിച്ചു കൂടിയ സഭയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമാ എന്ന സംഘം. ആ സംഘത്തിലെ ഉലമാക്കൾ ബഹർ പോലെ, കടൽ പോലെ ഇൽമിന്റെ സമുദ്രങ്ങളാണ്, വലിയ വലിയ സമുദ്രങ്ങളാണ്. ആ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ മാനിക്കണ്ടേ, അവരുടെ ഉസ്താദുമാരുടെ അഭിപ്രായങ്ങൾ മാനിക്കണ്ടേ. അത് മാനിച്ചുകൊണ്ട് മുന്നേറാൻ ദീനിന്റെ വാഗ്മികളും ദീനിന് വേണ്ടി ശബ്ദമുയർത്തുന്നവരും ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും എപ്പോഴും ചിന്തിക്കണമെന്ന് ആലോചിക്കണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹഖായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിനെ ഒഴിവാക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.